സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മെ നീതീകരിച്ചവനാണ്. നമ്മൾ ചെയ്ത സകല പാപങ്ങളും കുറവുകളും നമ്മളും നമ്മുടെ മക്കളും വരും തലമുറകളും നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും. ഇതെല്ലാം അവിടുത്തെ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു കയറി ചെന്ന് നമ്മളുടെ കുറവുകളെല്ലാം മാറ്റി നമ്മളെ ദൈവമക്കളാക്കി ആത്മീയമായി സമർപ്പിച്ചപ്പോഴാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മളുടെ യഥാർത്ഥമായ ഇപ്പോഴത്തെ സ്ഥലം അവിടെയാണ്, സ്വർഗ്ഗപിതാവിൻ്റെ കൂടെയാണ്. നമ്മൾ അവിടെ എത്തുവാനുള്ള തടസ്സമായിരുന്നു നമ്മളുടെ പാപങ്ങളും അയോഗ്യതയും അശുദ്ധിയും തകർച്ചകളും എല്ലാം യേശു എടുത്തു മാറ്റി. ഇത് നമ്മൾ അറിയണം. ഇത് നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നും ഇത് അറിയാതെ പലപ്പോഴും ഈ ബോധ്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്കവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ലോകത്തിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, വിശുദ്ധി പാലിക്കുക, വേറൊന്നും വേണ്ട. നമ്മളുടെ പാപത്തിന് വരാനുള്ള ശിക്ഷ അത് ഏറ്റെടുക്കുവാനുള്ള യോഗ്യതയും കഴിവും ശക്തിയും നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ദൈവം മനുഷ്യരായി നമുക്ക് വേണ്ടി മനുഷ്യ ശരീരം എടുക്കേണ്ടി വന്നു. കാരണം നാം എല്ലാം പാപം ചെയ്തത് ശരീരത്തിലാണ്. മനസ്സിലൂടെ ആലോചിച്ച് ആഗ്രഹം വെച്ചുകൊണ്ട് നടന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടിയപ്പോൾ മനസ്സുകൊണ്ട് പാപം ചെയ്തു. ആരെങ്കിലും ഉപദ്രവിച്ചതാകാം, ആരെങ്കിലും ചീത്ത പറഞ്ഞതാകാം, അല്ലെങ്കിൽ ജഡിക പാപങ്ങളാകാം. അത് നമ്മുടെ ശരീരത്തിലാണ് പ്രകടമായത്. അപ്പം നമ്മുടെ ശരീരം വിശുദ്ധമായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ഈ ജീവിതത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അതിനെ സാത്താൻ്റെ ആലയമാക്കി സാത്താൻ മാറ്റിയപ്പോൾ നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോയി നമ്മളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ ഈ ശരീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നുമുള്ള സഹനങ്ങൾ ഈ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. യേശു കാൽവരിയിൽ അതികഠോരമായ പീഡകൾ വേദനകൾ സഹിച്ചുകൊണ്ടാണ് തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെയാണ് നമ്മളെ മനുഷ്യവർഗം മുഴുവനെയും വിശുദ്ധീകരിച്ചത്. ഇന്നലെ ചിന്തിച്ചതുപോലെ തന്നെ വീണ്ടും ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാണ് തിരുസഭ. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിവേശിപ്പിച്ചുകൊണ്ട് തൻ്റെ യോഗ്യതയാൽ, നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല. പൗലോസ് എഫേസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം വഴി കൃപയാലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ആരുടെയും പ്രവൃത്തികളുടെ ഫലമല്ല, ദൈവത്തിൻ്റെ കരുണ. യേശുക്രിസ്തുവിലൂടെ നമ്മൾ നിരന്തരം പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാനുള്ള ആ യോഗ്യതയായി നമുക്ക് ലഭിച്ചപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തി ഒന്നേ ഉള്ളൂ, നമ്മൾ പാപം ചെയ്തു. നാം പാപികളായിരിക്കെ ദൈവം നമ്മെ തേടി വന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം ദൈവത്തിലേക്ക്, നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത്. നമുക്കറിയാം, നമ്മുടെ ആരുടെയും ആഗ്രഹം മൂലവുമല്ല. നമ്മൾ ആരും വിശുദ്ധരാകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നന്നായിട്ടറിയാം. എന്നോട് ചോദിച്ചാൽ അമേരിക്കയിൽ വന്നപ്പോൾ ഒരു വിശുദ്ധനാകണമെന്ന് എന്നോട് വചനം പറയണമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ആരോ പറഞ്ഞു ഇവിടെ വന്നാൽ അടിച്ചു പൊളിച്ച് ലോകത്തിലെ ഏറ്റവും സുഖകരമായ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് അമേരിക്ക എന്നാണ് അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നോട് നാട്ടിൽ വെച്ച് പറഞ്ഞു. നമ്മളതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കയിലേക്ക് വന്നത്. പക്ഷേ നമ്മളുടെ ദൈവം അനാദിയിലെ ഒരു വിഷയം പറയും, നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാരുടെയോ കാരണവന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെ എന്നെ സ്നേഹിക്കുന്നവരുടെ 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞൊരു മേഖല ഉള്ളത് കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയൊക്കെ നമുക്കുണ്ടായിരുന്നത് കൊണ്ട്
തീർച്ചയായിട്ടും ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു കഴിഞ്ഞുപോയ തലമുറ നമുക്കുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തെ അറിയാതെ പോയവരും ഒരു കഴിഞ്ഞ തലമുറയും നമുക്കുണ്ട്. നമ്മൾ ഇന്ന് ഈ നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളിൽ അനേകർ ദൈവത്തെ അറിയാതെ പോയവരാണ്. ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഞാൻ ഈ പറഞ്ഞു വന്നത്, അതായത് നമ്മൾ എന്തെങ്കിലും ഇന്ന് ദൈവത്തെ അറിയുന്നെങ്കിൽ അത് നമ്മുടെ ആരുടെയും യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നമ്മളത് അറിയണം, അത് അംഗീകരിക്കണം. നമ്മളെന്തെങ്കിലും ഇന്ന് നമുക്ക് നന്മയുണ്ടെങ്കിൽ, നമുക്ക് ധനമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ, അത് നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടല്ല. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് മൂലം സാത്താൻ നമ്മെ പണ്ടേ വിഴുങ്ങേണ്ടതായിരുന്നു. അല്ലെ, അലറിപ്പായെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ സാത്താൻ നമ്മളെ കൊല്ലുന്ന രസം അങ്ങനെയല്ല. അവന് വിശപ്പടക്കണമെങ്കിൽ നമ്മളെ കൊല്ലണം, നമ്മുടെ ആത്മാക്കളെ. ഒരു ആത്മാവിനെ വിഴുങ്ങുമ്പോഴാണ് സിംഹത്തിന് ഒരു ഇരയെ അല്ലെ ഒരു മാനിനെയോ എന്തിനുമാകട്ടെ ഒരു ഇരയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിനെ കൊന്ന് കടിച്ചത് രക്തവും അതിൻ്റെ മാംസമൊക്കെ തിന്നു കഴിയുമ്പോൾ പിന്നെ ശാന്തമായി കിടന്നുറങ്ങുന്ന സിംഹത്തെ നമ്മൾ ഈ കാണാറുണ്ട് പല പ്രോഗ്രാമുകളിലൊക്കെ. സാത്താൻ അടങ്ങിയിരിക്കുന്ന ഒരു ആത്മാവിനെ വിഴുങ്ങി, കാരണം അവൻ്റെ ഉള്ളം അസ്വസ്ഥമാണ്. നമ്മൾ മത്തായി 12 ഈശോ പറയുന്നുണ്ട്, ദുഷ്ടാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ അത് വരണ്ട സ്ഥലത്തുകൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. താൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോയോ അവിടെ, അല്ലെങ്കിൽ താൻ ആരിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മ ശക്തിയാൽ സഭയുടെ അധികാരത്തിലൂടെ യേശുവിൻ്റെ അധികാരത്താൽ ആരിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അവരിലേക്ക് തന്നെ തിരികെ വരാൻ നിരന്തരം ശ്രമിക്കുകയാണ് പിശാച്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കല്ലേ കുറെ നാൾ മുമ്പ് സാത്താന്റെ പിടിയിൽ നിന്നും നമ്മളെ ദൈവം, ദാവീദ് പറയുന്ന പോലെ എൻ്റെ ആടിനെയോ ആട്ടിൻകുട്ടിയെ ഒരു സിംഹം വന്ന് പിടിച്ചാൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ചടിച്ച് അതിൻ്റെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എൻ്റെ ആട്ടിൻകുട്ടിയെ ഞാൻ രക്ഷിക്കും. ഈ ഒരു പ്രവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിഴുങ്ങാൻ, നമ്മളെ കടിച്ചു പിടിച്ച് സാത്താൻ കൊണ്ടുപോകുമ്പോൾ അവൻ നമ്മളെ മോചിപ്പിച്ചു. ദാവീദ് തൻ്റെ ആട്ടിൻകുട്ടിയെ സിംഹത്തിൻ്റെ വായിൽ രക്ഷിച്ചതുപോലെ നമ്മൾ വീണ്ടും രക്ഷപ്പെട്ട് കുറെ കഴിയുമ്പോൾ വീണ്ടും സാത്താൻ്റെ വഴിയിലൂടെ പോകാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്ന ചില മേഖലകൾ അതൊക്കെയാണ്. നമ്മൾ പണ്ട് മറന്നുപോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടേക്ക് പോകരുത്, അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ആ മരത്തിൻ്റെ പഴം തിന്നരുത് എന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളോട് കൽപ്പനകളിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആ വചനം ലംഘിക്കരുത്. വചനം 10 കൽപ്പനകൾ തന്നിട്ട് ആ 10 കൽപ്പനകൾ നിങ്ങൾ പാലിക്കണം, കാരണം നിങ്ങൾക്കുള്ള സംരക്ഷണമാണത്. നമ്മളത് അവഗണിച്ചുകൊണ്ട് പോകുമ്പോൾ, നമ്മൾ അവൻ്റെ സ്വരം അവഗണിച്ചു പോകുമ്പോൾ നമ്മൾ പോയി നാശത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, തിന്മ കൊണ്ട് ഇട്ടിരിക്കുന്ന നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ നല്ലതാണെന്ന് കരുതുന്ന, നമുക്ക് നല്ലതാണെന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളും അത് ദൈവത്തിൻ്റെതല്ല, ദൈവിക പദ്ധതിയുടെ ഭാഗമല്ല. തിന്മ കൊണ്ട് ഇട്ട പലതും നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം നമ്മൾ ജഡികരായി ജീവിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലാം നിയമാനുസൃതമാണ്. അല്ലെ, ലോകത്തിലെ നിയമം അങ്ങനെ പറയുന്നു, കുഴപ്പമില്ല, എല്ലാം ചെയ്തു, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് ലോകത്തിലെല്ലാം അല്ലേ, എത്രയോ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഗവൺമെന്റുകളൊക്കെ ഒരു കുഴപ്പമില്ല, അതൊക്കെ ആകാം, അങ്ങനെ ആകുമെന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനി 1 കൊരിന്തോസ് 6-ാമത്തെ അധ്യായം 12 ആ വചനം പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിച്ചത്. 12-ാമത്തെ 1 കൊരിന്തോസ് 6:12 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. ഈ ലോകത്തിന്റെ നിയമം അനുസരിച്ച് കുഴപ്പമില്ല, ചെയ്യാം. എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. ആത്മീയമായി ചിന്തിക്കുമ്പോൾ എനിക്കത് പ്രയോജനകരമല്ല. നമ്മുടെ മനസ്സുള്ള ആഗ്രഹങ്ങളെ നമ്മൾ അങ്ങനെയാണ് വിവേചിച്ചറിയുന്നത്. ആഗ്രഹങ്ങളുണ്ട് പലതും, പല ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവഹിത പ്രകാരമാണോ എന്ന് നമ്മൾ ആലോചിച്ച് ദൈവവചനത്തിനനുസരിച്ച് നമ്മളതിനെ പരിശോധിക്കണം. പിന്നെ പറയാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. അടിമപ്പെടുത്തുക, അത് സാത്താനാണ് അടിമപ്പെടുത്തുക. ദൈവം ഒരിക്കലും നമ്മളെ അടിമപ്പെടുത്തുന്നില്ല. അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് നിങ്ങളെ
ദൈവത്തെ വിളിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പുത്ര സ്വീകാര്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ മക്കൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആത്മാവിനെയാണ്. സാത്താൻ്റെ ദുരാത്മാവിനെയല്ല, അടിമത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരാത്മാവിനെയല്ല, മറിച്ച് ദൈവമക്കളാക്കുന്ന യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പുത്ര സ്വീകാര്യം. ദൈവമക്കളാക്കി നമ്മളെ ദൈവം സ്വീകരിക്കുന്നതിന് ദൈവം നമുക്ക് വേണ്ടി നൽകിയ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിവേശിപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് ദൈവം നൽകിയത്. നമ്മൾ പരിശോധിക്കണം, എൻ്റെ ഉള്ളിൽ ദൈവാത്മാവിന് വസിക്കാൻ തടസ്സമായിട്ടുള്ളതൊന്ന് ലോകം പറയും ഓക്കെയാണ് അതെന്ന്. പക്ഷേ അത് വേണ്ട. എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാൻ പറ്റാത്തതൊന്നും എനിക്ക് വേണ്ട. അവിടെയാണ് നമ്മുടെ തീരുമാനം. നമ്മൾ ആ ഒരു തീരുമാനം എടുക്കണം. ഇന്നലെയൊക്കെ ചിന്തിച്ച നമ്മൾ നിക്കിയ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുമല്ലേ. ഇന്നലെ നിക്കിയ വിശ്വാസ പ്രമാണവും സ്ത്രീയന്മാരുടെ വിശ്വാസം രണ്ടും ഉണ്ടല്ലോ, നമുക്കറിയാം. അത് രണ്ടിലും പറഞ്ഞിരിക്കുന്ന ഇന്നലെ മനുഷ്യനായി പിറന്നു, മനുഷ്യനായൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നിക്കിയ വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് നമ്മൾ മലയാളം കുർബാന സ്വരമൽവ കുർബാനയിലൊക്കെ ഉപയോഗിക്കുന്ന ആദ്യത്തെ ആ വിശ്വാസ പ്രമാണം ഏറ്റുപറച്ചത് നിക്കിയ വിശ്വാസ പ്രമാണം. മനുഷ്യനായി പിറന്നത് ഇതിനുവേണ്ടിയാണ് ഇന്നലെ നമ്മളത് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ സാധാരണ സ്ത്രീയന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്, അവന് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ ശ്രദ്ധിക്കുന്നത്, കാരണം നമ്മൾ പ്രസന്റ് ടെൻസിലല്ലേ, പാസ്റ്റ് ടെൻസും ഉണ്ട്, പ്രസന്റ് ടെൻസും ഉണ്ട്, ഫ്യൂച്ചർ ടെൻസും ഉണ്ട്. ഇവിടെ ഈ പ്രസന്റ് ടെൻസ് തീരുന്നതാണ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അത് പ്രസന്റ് ടെൻസ് ആണ്, ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ പ്രസന്റ് ടെൻസിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നവനാണവൻ. ലോകം മുഴുവനിലും തൻ്റെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ സർവത്തിൻ്റെ മേലും അധികാരം, കാരണം അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നത് കൊണ്ട് അവന് എല്ലാ അധികാരവും ദൈവം, കാരണം സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എല്ലാ അധികാരവും അവൻ്റെ കീഴിലാണ്. ഒന്നാമത്തെ വായന വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവിടെ സിംഹാസന നിത്യപിതാവായ ദൈവത്തിൻ്റെ ആ സ്ഥാനമോട് പറഞ്ഞു, സിംഹാസനസ്ഥന്റെ വലത്ത് കൈയിൽ, നിത്യനായ ദൈവപിതാവിന്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും 7 മുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ, അല്ലേ, ഒരു പുസ്തക ചുരുൾ. അതാണ് ഈശോ പറഞ്ഞു, ആ പുസ്തകത്തിലാണ് എന്റെയും നിങ്ങളുടെയും നന്മയും തിന്മയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ചുമ്മാ ഒന്നുമല്ല, ഉള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ പറയുന്ന നന്മയും തിന്മയും, അല്ലെ, ദൈവദൂതന്മാർ നമ്മുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ട് എത്തിക്കുന്നു. അത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ നിത്യനായ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമ്മളെ അവിടെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം. ആ പുസ്തക ചുരുളിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും പറയുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും സ്വർഗത്തിൽ അന്ത്യദിനത്തിൽ നിങ്ങൾ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ചുമ്മാതല്ല, നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു. റെക്കോർഡിംഗ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ചുമ്മാ ഒന്നുമല്ല, തെളിവുണ്ട്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും പറഞ്ഞതും എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യോഹന്നാൻ പറയുകയാണ്, ആ ഒരു ദൂതൻ അല്ലെ ഒരു ശ്രേഷ്ഠൻ വിളിച്ചു പറയാം, ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്. ഭയങ്കരമാണ് അതിനകത്ത് ശിക്ഷാവിധിയും മുഴുവനും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ വലിയ തകർച്ചയും നാശവും ദുരിതവും ഒക്കെയാണ് വരാൻ പോകുന്നത്. അതിന് ചുരുൾ പൊട്ടിക്കാനായിട്ട്, അതിനെ തടഞ്ഞു നിർത്താനായിട്ട്, അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നേരിടാൻ തയ്യാറുള്ളവൻ ആരുണ്ട്?
എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ അതാണ് മറ്റ് ഒരുവനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിലോ ഭൂമിക്കടിയിലോ സ്വർഗത്തിലോ മറ്റൊരുവനുള്ള യേശു ക്രിസ്തു അല്ലാതെ മറ്റ് ഒരുവനിലും രക്ഷയില്ല. അപ്പോസ്തലൻ പത്രോസ് പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞതാണ്, മറ്റ് ഒരുവൻ രക്ഷയില്ല. അനേക ജാതികളുണ്ട്, മതങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, ദേവതകളുണ്ട്. പക്ഷേ അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളുടെ പാപത്തിന്റെ ശിക്ഷ അത് എടുത്തു മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇത് സകല ജാതി ജനതകളോടും പറയാനാണ് ഈശോ പോയി ശിഷ്യന്മാരെ നിർദ്ദേശിച്ചത്. ദൈവം ഭൂമിയിൽ വന്നത്, മനുഷ്യനായ യേശു ക്രിസ്തു വന്നത് യഹൂദർക്കോ ക്രിസ്ത്യാനികൾക്കോ വേണ്ടിയല്ല, സകല എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ദൈവിക ചൈതന്യം, ആത്മാവ് നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തേണ്ടതാണ്. അതിനുള്ള വഴി തുറന്നത് യേശു മാത്രമാണ്. അനേകർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ എത്രമാത്രം നമ്മളെ കഴുകിയാലും, എന്തെല്ലാം പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്താലും, നമ്മുടെ പാപത്തിന്റെ ഈ മാലിന്യം, നമ്മുടെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന ഈ മാലിന്യം ആർക്കും കഴുകി മായ്ക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അനേകർ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പലതും ചെയ്താൽ അത് മാറും, നേരെയാകും എന്നൊക്കെയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇവിടെ ഇന്നും പറയുന്നതാണ്, ഈ മുദ്രകൾ ഇതിലുള്ള എല്ലാ മനുഷ്യന്റെയും ഉണ്ട്. അവിടെ ക്രിസ്ത്യാനികളുടെ യഹൂദരുടെ മാത്രമല്ല, സകല ജാതി ജനതകളുടെയും ഉള്ള കാര്യങ്ങൾ അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതിന്റെ ആ ചുരുൾ നിവർത്താനോ അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനോ അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായ ആരെയും കണ്ടെത്താത്തതിനാൽ യോഹന്നാൻ പറയാണ്, ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും, the Lion of Judah, ജീസസ് ക്രൈസ്റ്റ്, the Lion of Judah. യൂദാ വംശത്തിൽ അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ യൂദായുടെ ഗോത്രത്തിലൂടെ കടന്നു വന്ന് ദാവീദിന്റെ ഗോത്രത്തിലും സോളമന്റെയും ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്നവനായ യേശു ക്രിസ്തു, അവനാണ് ക്രിസ്തു, ലോകത്തിൽ ദൈവം നിയോഗിച്ചവൻ. അവന്റെ അർപ്പണത്തിലൂടെ അവൻ അതിവിശുദ്ധമായ ഭൂമിയിൽ ഒരു നിമിഷം പോലും പാപം ചെയ്തില്ല. ഒരു നിമിഷം പോലും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപം ചെയ്തില്ല. അല്ലെ, എബ്രായർ 4 പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണെങ്കിലും പാപം ചെയ്യാതവൻ അവനാണ് ദൈവസിംഹാസനത്തിനായ നിത്യപുരോഹിതനായ ഒരു പുരോഹിതൻ നമുക്ക് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ ഈ ലോകത്തിൽ നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല പരീക്ഷകളിലും നമ്മൾ വീണുപോയി. പാപത്തിന്റെ പിന്നാലെ, നമ്മൾ പാപസുഖത്തിന്റെ പിന്നാലെ പോയി. അവനും ആ കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ അവൻ പാപം ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് പാപം ചെയ്തു എന്ന് അവനറിയാം. കാരണം ഈ ശരീരത്തിൽ ജീവിച്ച നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മളുടെ വിചാരങ്ങളെ അവനറിയാം. അതുകൊണ്ട് അവന് പറയും, അപ്പൊ അവരങ്ങനെ ചെയ്തത് മനഃപൂർവ്വമല്ല, സാത്താൻ അവരെ കൊണ്ട് നിർബന്ധിച്ച്, അവരെ കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പ്രലോഭനത്തിൽ വീഴ്ത്തിയത് കൊണ്ടാണ് അവരങ്ങനെ പാപം ചെയ്തത്. ഞാനും അതിലൂടെ കടന്നു വന്നവനാണ്. എന്നാൽ ഞാൻ അങ്ങയുടെ കൃപയുണ്ടായിരുന്നതുകൊണ്ട് അപ്പാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി, ഞാൻ വീണില്ല. അതിനാല് ഇന്നലെ പറഞ്ഞതുപോലെ ജോബിന്റെ പരാതി, ദൈവമേ എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ പറ്റും? കാരണം നീ ദൈവമാണ്, ഞാൻ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്, ദൈവികത നിലനിർത്തി. എന്നാൽ പൂർണ്ണ മനുഷ്യനായി ഒരു അടിമയെ പോലെ ഏറ്റവും താഴ്ത്തപ്പെട്ടവനായി ഈ ഭൂമിയിൽ വന്ന് പിറന്ന, ഭൂമിയിൽ ജീവിച്ച 33 വർഷം ജീവിച്ച ദൈവം മനുഷ്യനായി ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നടന്ന ക്രിസ്തു, അവൻ നമ്മളെ എല്ലാ വിചാരങ്ങളും അറിയാം. അതുകൊണ്ടാണ് എബ്രായലേഖനം 4 പറഞ്ഞത് 14, ആകയാൽ നമുക്ക് ധൈര്യത്തോടെ ദൈവസിംഹാസനത്തിന്റെ വിധിയാളനായ ദൈവത്തിന് നിൽക്കാനായി നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു പ്രധാന പുരോഹിതൻ, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനഃപൂർവ്വമല്ല അങ്ങനെ ചെയ്തതെന്ന് നമ്മളെ അറിയാവുന്ന ദൈവം തന്നെയായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം അവനറിയാം, അവൻ നമ്മളെ വിധിക്കുകയില്ല, അവൻ നമ്മളെ കുറ്റം വിധിക്കുകയില്ല. കാരണം നമ്മൾ ദൈവത്തെ ദ്രോഹിച്ചുകൊണ്ട്, ദൈവത്തെ വെറുത്തുകൊണ്ടല്ല അങ്ങനെ ചെയ്ത്. പിന്നെയോ സാത്താന്റെ വഞ്ചനയിൽപ്പെട്ട പ്രലോഭനത്തിൽ
പ്രലോഭനത്തിൽ ഞങ്ങൾ ഉൾപ്പെടാൻ ഇടയാകരുതേ എന്ന് വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിൽ പ്രലോഭനത്തിൽ വീണുപോകാതെ ഭൂമിയിൽ പിടിച്ചു നിന്നവനാണ് യേശു ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി ഊനമില്ലാത്ത കുഞ്ഞാടായി നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ വീഴ്ചകൾക്കും പരിഹാരം അവൻ ചെയ്തു. അപ്പൊ നാം അവനെ വിശ്വസിക്കണം. അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയാണ് വിശ്വാസം വഴി കൃപയാലാണല്ലോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ മുദ്ര പൊട്ടിക്കാൻ ഉള്ള ഒരുവനെ യൂദാ ഗോത്രത്തിനുള്ള സിംഹവും ദാവീദിന്റെ പേരാണ്, ദാവീദിന്റെ പുത്രനായ യേശുവെ എന്ന് വിളിച്ചത്. ദാവീദിന്റെ പേരെന്ന് പറഞ്ഞോള് നമ്മൾ വായിക്കുന്നുണ്ട് ആ യെശയ്യാ 11 ദാവീദിന്റെ അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള യെശയ്യാ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെയും വരങ്ങളെയും കുറിച്ച് ദാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും ഉള്ളവനായി ദാവീദിന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു. പക്ഷെ അവന് വീണുപോയിട്ട് അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു. അതുകൊണ്ടാണ് അന്ധനായ ബാർത്തമേയുസ് ഞാൻ പാപിയാണ്, ഞാൻ വീണുപോയവനാണ്, എങ്കിലും വീണുപോയവർ അനുദപിച്ചാൽ കരുണ കാണിക്കുന്ന ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്ന് അന്ധനായ മനുഷ്യൻ വിളിച്ചത്. കാരണം ഞാൻ ശപിക്കപ്പെട്ടവനാണ്, അന്ധനാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണ് യഹൂദരുടെ കാഴ്ചപ്പാടിൽ. പക്ഷേ ശപിക്കപ്പെട്ടവനായ പാപം ചെയ്ത ദാവീദ് അനുദപിച്ചപ്പോൾ ദാവീദിനോട് കരുണ കാണിച്ചുകൊണ്ട് ദാവീദിന് സോളമനെ തന്നെ കൊടുത്ത് അനുഗ്രഹിച്ച പുത്ര, ദൈവപുത്ര യേശുവേ, ഇതാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളോർത്ത് നമ്മൾ അനുദപിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി 2000 വർഷം മുമ്പ് നമ്മുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മളാരും ഹോളി ലാൻഡിൽ പോയതുകൊണ്ടല്ല, പോകുന്നല്ല കേട്ടോ, പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളാരുടെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല 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 അവന്റെ കരുണയാണ്. അതാണ് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തപ്പെട്ട എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മൾ അറിയണം, നമ്മൾ നല്ല എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ വന്ന കുറവുകൾ അത് സഹനമാണ്. ഞാൻ പറയും, നമ്മുടെ ഈ പുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ സഹനത്തിന് വന്ന കുറവ് നികത്തുകയാണ്. നമ്മളത് പൂർത്തിയാക്കേണ്ടതായി നമ്മൾ കടം വീട്ടുകയാണ് ദൈവസന്നിധി. നമുക്കുണ്ടായിരുന്ന സഹനത്തിൻ്റെ അതാണ് ഫിലിപ്പിയർ 1:28 കൊണ്ട് പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു, അവന്റെ ശരീരമാണ് തിരുസഭ ഇന്ന്. അപ്പോൾ നമ്മുടെ സഹനം ക്രിസ്തുവിന്റെ സഹനമാണ്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സഹിക്കുകയാണ്. അതോടെ എത്ര ഭാഗ്യമാണത്. നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിച്ചെടുത്ത് പോയി നമ്മുടെ മുട്ടുകുത്തി നിന്നിട്ടുണ്ടല്ലേ പലരും. ഞാൻ പോയിട്ടില്ല ഹോളി ലാൻഡൊന്നും കിട്ടും, ഞാൻ പറയുന്നത് പോകണ്ടെന്നല്ല. ക്രിസ്തുവിനെ ക്രൂശിച്ച പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, നമ്മളിന്ന് അവന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. ഓർക്കുക, അവൻ എവിടെയാണ്? ദൈവസിംഹാസന വലത്ത് ഭാഗത്ത് ഇന്നും ഇരിക്കുകയാണ്. അതാണ് പ്രസന്റൻസ് ഞാൻ പറഞ്ഞത്. വലത്ത് ഭാഗത്ത് എഴുന്നള്ളി ഇരിക്കുന്നു. അവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഈ വെളിപാട് 5 എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ കണ്ട ഒരു കിരീടം ധരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവനെന്താണ്? ഇന്ന് അവൻ നമുക്ക് വേണ്ടി ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ ജോർദാൻ നദിയിലേക്ക് നടന്നു വന്നപ്പോൾ വിളിച്ച ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞത് ഈ വെളിപാടിൽ ഈ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പരിശുദ്ധാത്മാവ് യോഹന്നാൻ സ്നാപകന് വെളിപ്പെടുത്തി കൊടുത്തവനാണ്. ഒരു കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നിമിഷം, നമ്മൾ ഈ പറയുന്ന ചിന്തിക്കുന്ന നിമിഷം നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. പ്രസന്റൻസ് ആണ് നിൽക്കുന്നത് ഞാൻ കണ്ടു. പല കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെയും. എന്നിട്ട് പറയുമ്പോൾ അവൻ ചെന്ന് സിംഹാസനസ്ഥന്റെ വലത്തു കൈയിൽ നിന്നും ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യവും നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ ഇന്ന് ഷിക്കാഗോയിൽ നിന്നും ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മേരി ജേക്കബ് ഓർപ്പിച്ച വചനം ഇതാണ് ഈ പ്രഭാതത്തിൽ.
അതിന്റെ മുദ്രകൾക്ക് നാം പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും, യേശുക്രിസ്തു നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്കു വാങ്ങുകയും ചെയ്തു. ഏത് ജാതിയിൽപ്പെട്ടവനുമാകട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ജൈനമതക്കാരനോ ബുദ്ധമതക്കാരനോ ആരുമാകട്ടെ, പക്ഷെ യേശു അവരെ വിലയ്ക്ക് വാങ്ങിയതാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളിത് അറിയണം. നമ്മൾ ഈ മറ്റുള്ളവരെ അവർ നമ്മളെ ഉപദ്രവിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അവർ യേശുവിൻ്റെ സ്വന്തമാണ്. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും ഇന്നല്ലെങ്കിൽ നാളെ. ഇതാണ് ഈശോ പറഞ്ഞത്. നമ്മളിന്ന് കാണുന്ന പലരും സ്വർഗത്തില് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മുമ്പ് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും, ഇവരെങ്ങനെ ഇവിടെ എത്തി? ഇവിടെ വരാനുള്ള യാതൊരു യോഗ്യതയില്ലല്ലോ. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആകുമെന്ന് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെ എളിമയോടെ ആരെയും വിധിക്കരുതെന്ന് ഈശോ പറഞ്ഞു. വിധിയെല്ലാം ദൈവസന്നിധിയിലാണ് പ്രിയമുള്ളവരെ. ആരാണ് അവിടെ ദൈവസിംഹാസന വലത്തുഭാഗം ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നമുക്കിനി അറിയില്ല. നമ്മളിന്ന് നമ്മളെ ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ, യേശു അവരെല്ലാം സ്വന്തമാക്കി നമ്മളത് അറിയണം. ഇത് നമ്മൾ അവരെ അറിയിക്കണം, അവരോട് പറയണം. നമ്മൾ ക്രിസ്ത്യാനികൾ മെച്ചമുള്ളവരാണെന്നല്ല, യഹൂദർ മെച്ചമുള്ളവരാണെന്നല്ല. നമ്മളിന്ന് കാഴ്ചപ്പാട് അങ്ങനല്ല, ബാക്കിയെല്ലാം പോക്കാം. ക്രിസ്ത്യാനികളും യഹൂദരും മാത്രമേ ഉള്ളൂ ദൈവം സ്നേഹിക്കുന്നു നമ്മൾ പറയുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, എല്ലാ ജാതിയിലും ജനതകളിൽ നിന്നുള്ളവരെ അവർക്ക് യോഗ്യതയൊന്നുമില്ല, വിലയ്ക്ക് വാങ്ങാൻ. കഴിഞ്ഞ ഞാൻ പറഞ്ഞു, ദൈവം വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മുടെ സകല പാപങ്ങളോടും നമ്മുടെ സകല ശാപങ്ങളോടും നമ്മുടെ സകല അയോഗ്യതകളോടും കൂടിയാണ് യേശു വിലയ്ക്ക് വാങ്ങിയത്. അവര് അതിനുവേണ്ടി പരിഹാരം ചെയ്തു. സകല ഗോത്രത്തിലും ജാതികളും ജനത്തിലുള്ളവർക്ക് വേണ്ടി അവിടുന്ന് പരിഹാരം ചെയ്തു. ഇത് നമ്മുടെ ഉത്തരവാദിത്വം, സഭയുടെ ഉത്തരവാദിത്വം എന്താ? ഇതെല്ലാവരോടും പറയണം, സ്നേഹത്തോടെ പറയണം. നമ്മൾ മെച്ചമാണ്, അവരെക്കാൾ മെച്ചമാണെന്നുള്ള രീതിയിലല്ല. അവിടെയാണ് നമ്മളുടെ എല്ലാം. നമ്മൾ നോക്കിയേ, ഈ കർത്താവിൻ്റെ വചനം പറഞ്ഞവരാരും ഈ ഭൂമിയിലെ രാജാവെന്നും ആയാലും അവരെല്ലാം മരിക്കുകയായിരുന്നു, രക്തസാക്ഷികളായിട്ട് മരിക്കുകയായിരുന്നു. അവർ ജീവൻ കൊടുത്തും ഇത് ഇന്ത്യയിലേക്ക് തോമസ് ലീയ വന്ന് ഈ പറഞ്ഞു. അതുകൊണ്ടല്ലേ എത്രയോ പേര് സ്നേഹം അറിഞ്ഞത്. പക്ഷെ അവൻ വധിക്കപ്പെട്ടു, തോമസ് ലീയ വധിക്കപ്പെട്ടു. എല്ലാ അപ്പോസ്തലന്മാരും, യോഹന്നാൻ ഒഴികെ എല്ലാവരും അനേക രക്തസാക്ഷികൾ. കാരണം അവരെല്ലാവരും വധിക്കപ്പെട്ടു. കാരണം സ്വയം ഇല്ലാതായി. ഇത് വലിയൊരു മേഖലയാണ്. അപ്പോൾ നമ്മളെ ഇല്ലാതാകുകയാണ്. നമ്മളെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ രക്തസാക്ഷികളായി നമ്മൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് പലപ്പോഴും മറ്റുള്ള നമ്മൾ തള്ളി പറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പറയണം, സുവിശേഷം ലൂക്ക 19:41 യേശു ജെറുസലേമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ അവിടെ എത്തും. തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ വരാൻ പോകുന്നു, ഉത്ഥാനോ അതൊക്കെ പ്രതീക്ഷയോടെ മുന്നിൽ പോകുമ്പോൾ യേശു അവൻ അടുത്തിയെന്ന് ജെറുസലേം പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും എന്ന് പറയുമ്പോൾ ബലിയായി ആ ജെറുസലേമിന്റെ തെരുവിലൂടെ മനുഷ്യവർഗത്തിന്റെ ഭാവവും വഹിച്ചുകൊണ്ട് കുരിശില് ഒരു തെറ്റം ചെയ്യാഞ്ഞിട്ട് അടികൊള്ളേറ്റുകൊണ്ട് നിന്ദിക്കപ്പെട്ടുകൊണ്ട് ജെറുസലേം തെരുവിലൂടെ കടന്നു പോകുമ്പോൾ അതെങ്കിലും കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ദൈവവചനത്തിന്റെ നിറവേറലാണ്. യേശയ്യായും പ്രവാചകന്മാരും സകല പ്രവാചകന്മാരും പ്രവചിക്കപ്പെട്ട് നിറവേറുകയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും അങ്ങനല്ലേ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ കണ്ണുകൾ അവനെക്കുറിച്ച് സാത്താൻ, ഈ ലോകത്തിന് ദേവൻ അവിശ്വാസികൾ നമ്മുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കും. അതിനാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം സത്യം നമുക്ക് ദൃശ്യമല്ല. പൗലോസ് ലീയ പറഞ്ഞു, നമ്മുടെ കണ്ണുകൾ ഇന്ന് മറയ്ക്കപ്പെട്ടു. നമ്മളിങ്ങനെ പോകുകയാണ് ലോകത്തിന്റെ രീതിയിൽ. ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെടുകയും ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. അന്ന് ജെറുസലേം ദേവാലയം മഹത്വത്തോടെ ഉയർന്നാണ് ഈശോ വീണ്ടും വേറൊരിക്കല്
അവിടെ വെച്ച് പറഞ്ഞു, ഇത് ശിഷ്യന്മാർ ചോദിച്ചു ഇതിൻ്റെ പണി എത്ര മനോഹരമായി എന്ന് പറയുമ്പോൾ, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടുന്ന ഈശോ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിനാണ് വീണ്ടും ഇന്ന് ദൂരെ മലയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ജെറുസലേമിലേക്ക് നോക്കിക്കൊണ്ട് കരയാണ് ഈശോ. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. സന്ദർശന ദിനം, ദൈവം മനുഷ്യരായി ഭൂമിയിൽ വന്ന് ആ തെരുവിലൂടെ നടന്നത് അവരറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ മരിച്ചുയർത്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഈ ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചുകൊണ്ട് നമ്മളെ അതിന്റെ ഭാഗമായി അവന്റെ ശരീരമായി നമ്മളെയും അവന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ ഈ സന്ദർശന ദിനം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഒരു സത്യം നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എബ്രായർ 3:7 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ നിന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. അതിനുള്ള തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പൗലോസ് പറയാണ്, അത് പറഞ്ഞുകൊണ്ട് പറയാണ്, എബ്രായർ 12 ലേഖനകർത്താവും, ചില പറയുന്നത് പൗലോസാണ് എഴുതി, ചില അല്ലെന്നും പറയുന്നത്, അതുകൊണ്ടാണ് ലേഖനകർത്താവ് എന്ന് പറയുന്നത്. എബ്രായർ 3:12 എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കർത്താവിന്റെ ജീവിക്കുന്ന കർത്താവിന്റെ ശരീരമാണ് നമ്മളുടെ ജീവിതം. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ. അവൻ നമ്മളെ അകറ്റുന്നില്ല, നമ്മളാണ് അകന്നു പോകുന്നത്. വിശ്വാസരഹിത ദുഷ്ടഹൃദയം മൂലം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എന്തിച്ചു, നമ്മൾ പറയുന്നു ആഗ്രഹിക്കുന്നതൊക്കെ ശരിയാണ്, അല്ല, എല്ലാ ഒന്നും ആഗ്രഹങ്ങളൊന്നും ശരിയല്ല, ദൈവത്തിന് ഇഷ്ടമല്ലത്. ഇന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കാനാണ്. എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ, വെളിപാട് 2 കേട്ടില്ല, നിന്റെ ആദ്യ സ്നേഹം എവിടെ? ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയിൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ്. എന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളികളാവുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്ത് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദിവ്യകാരുണ്യമേ, ഈ ഭൂമിയിൽ അങ്ങയുടെ ആത്മാവായി ഞങ്ങൾ വസിച്ചുകൊണ്ട് തിരുസഭയുടെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ ഹൃദയം, അവിടുത്തെ ആത്മാവിന്റെ ഹൃദയം മനസ്സിലാക്കാൻ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിത്യതയിലേക്ക് പ്രവേശിക്കുവാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. അനേകർക്ക് അത് അറിയാനുള്ള, യേശുവിൻ്റെ വചനം കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത അനേകരുണ്ട്. അവരെയും നിന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ജെറുസലേമിനെ നോക്കി കരഞ്ഞു വിലപിക്കുന്ന, ഇന്നും ലോകത്തെ നോക്കി കരഞ്ഞു വിലപിക്കുന്ന, പിതാവിന്റെ വലത്തുഭാഗത്ത് രക്തമൊലിക്കുന്ന കുഞ്ഞാട, ഇന്നും ഞാനിപ്പോഴും പറയുന്ന പോലെ തിരുസഭയുടെ ഓരോ പ്രവൃത്തികളുടെയും മൂല്യമാണ് യേശുവിന്റെ സ്ഥാനം പിതാവിന്റെ വലത്തുഭാഗത്ത്. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനാണ് തിരുസഭയ്ക്കുന്ന കൂദാശയ്ക്ക് വിലയുള്ളത്. ചുമ്മാ ഒന്നുമല്ല, ഇതേതെങ്കിലും മാർപ്പാപ്പമാർ സ്ഥാപിച്ചു എന്നല്ല, യേശു തന്നെ സ്ഥാപിച്ചതാണ് എല്ലാ കൂദാശകളും. പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന അവന്റെ രക്തമൊലിക്കുന്ന ശരീരവും മുറിവേറ്റ ശരീരവും പിതാവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലെ തിരുസഭയ്ക്ക്, ഇന്ന് അവൻ സ്ഥാപിച്ച തിരുസഭയ്ക്ക് ഇന്ന് മൂല്യമുള്ളത്. ഇന്ന് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് തിരുസഭയിലൂടെ നടക്കുന്ന അവന്റെ നാമത്തിലുള്ള സൗഖ്യം, അവന്റെ നാമത്തിലുള്ള പാപമോചനം, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഒരു മുറിവേറ്റ കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടിയേറ്റ, ഓരോ മനുഷ്യന് വേണ്ടിയേറ്റ മുറിവുകൾ പിതാവിനെ കാണിച്ചുകൊണ്ട് അവൻ നിൽക്കുന്ന അതേ നമ്മുടെ ഭൂമിയിലെ സഭയിൽ ഏറ്റുപറയുമ്പോൾ അവൻ പറയും, അപ്പാ പിതാവേ, അതെ, ഞാൻ അവർക്ക് വേണ്ടി ഏറ്റവും മുറിവാണ് ഈ മുറിവുകളപ്പാ എന്ന് പറയുമ്പോഴാണ് പിതാവ് യേശ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് സൗഖ്യമായി ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. ആ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.